വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിലവിൽ മാർക്കറ്റിൽ 20,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കുറച്ച് മൊബൈൽ ഫോണുകളാണ്. ഫസ്റ്റ് തന്നെ വരുന്ന മോട്ടറോള എഡ്ജ് 50 ന്യൂ എന്ന് പറയുന്നതാണ്. 20,000 രൂപേൻ്റെ അടുത്താണ് അതിൻ്റെ വില വരുന്നത്. പിന്നെ വരുന്നത് പോക്കോ X6 5G എന്നാണ്. അതിന് ഏകദേശം 19,000 രൂപേൻ്റെ അടുത്താണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് റിയൽമി നർസോ 70 പ്രോ എന്നൊരു മോഡലാണ്. അതിന് ഏകദേശം 18,000 രൂപേൻ്റെ അടുത്താണ് ഇതിന് റേറ്റ് വരുന്നത്. പിന്നെ അടുത്തത് IQ Z9 5G എന്ന് പറയുന്നൊരു ഫോണാണ്. 19,500 രൂപേൻ്റെ അടുത്താണ് അതിൻ്റെ റേറ്റ്. പിന്നെ സാംസങ് ഗാലക്സി M35 5G ആണ്. പക്ഷേ 6000 mAh ബാറ്ററി അടക്കം ഉൾപ്പെടുത്തിയിട്ട് 16,999 രൂപയാണ് അതിൻ്റെ റേറ്റ്. പിന്നെ റെഡ്മി നോട്ട് 13 പ്രോ 5G എന്ന് പറഞ്ഞൊരു ഫോണാണ്. അതായത് അമോലെഡ് സ്ക്രീനൊക്കെ വരുന്ന 19,999 രൂപയ്ക്കാണ് അത് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വിവോ T3 5G എന്ന് പറഞ്ഞൊരു ഫോണാണ്. അത് ഏകദേശം 18,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ വൺ പ്ലസിൻ്റെ നോഡ് CE4 ലൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഓക്സിജൻ OS ഇൻക്ലൂഡ് ആയിട്ടുള്ളതിന് 18,500 രൂപയാണ് നിലവിൽ റേറ്റ്. പിന്നെ നത്തിങ് ഫോൺ 2A ആണ്. അതും ഏകദേശം 19,999 രൂപയാണ് അതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് മോട്ടറോളേജിൻ്റെ G85 5G എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതിന് ഏകദേശം 17,000 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫോണുകൾ ചൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ 10 ഫോണുകളാണ് നിലവിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ 20,000 രൂപയ്ക്ക് ഉള്ളിലായിട്ട് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളത്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസും അല്ലെങ്കിൽ കൂടുതൽ ലിസ്റ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് vimaldeals.online എന്ന് സെർച്ച് ചെയ്യുക. ആ വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ ഇവിടെ സെർച്ച് ചെയ്തെങ്കിൽ ആ കണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്.